പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുക. കരിച്ചതും പൊരിച്ചതും എണ്ണയിലിട്ട് വറുത്തതും സ്പൈസസ് കൂട്ടിയതുമായിട്ടുള്ള സകല ഫുഡുകൾ ഒഴിവാക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് നേന്ത്രപ്പഴം, ഏത്തപ്പഴം ഉണ്ടല്ലോ, ബനാന, വലിയ പഴം, അത് കഴിക്കരുത്. ഇപ്പോൾ നല്ല പൈസയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കും. നീരൊലിക്കുക, നല്ല എരിച്ചിലും പുകച്ചിലും. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഭയങ്കര എരിച്ചിലും പുകച്ചിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പ്രഗ്നൻസിയുടെ കണ്ടീഷനിൽ എന്ത് ചെയ്യാറുണ്ട്? പൊതുവെ സ്ത്രീകളിൽ ഈ പൈൽസിൻ്റെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. ഇത് എന്താണ് ഡോക്ടർ? ബ്ലീഡിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ പെയിന് വന്നാൽ തന്നെ ഇത് പൈൽസ് ആണോ, അല്ലെങ്കിൽ ചൊറി വന്നാൽ തന്നെ ഇത് ബുദ്ധിമുട്ടാണ്, പലതരത്തിൽ കൺഫ്യൂഷൻ ഇപ്പോഴുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സംഗതികൾ മാറ്റണം. നമ്മൾ മരുന്ന് കഴിച്ചത് കൊണ്ടോ ശോധന കൂട്ടിയത് കൊണ്ടോ വെള്ളത്തിൽ ഇരുന്നത് കൊണ്ടോ പൈൽസ് മാറൂല. പൈൽസ് ഇന്ന് സർവ്വസാധാരണ അല്ലേ? ഈ പൈൽസ് വന്നത് മാറണമെന്നുണ്ടെങ്കിൽ പല ആളുകളും പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും, പലതരത്തിലുള്ള ക്യാപ്സുളുകളും പലതരത്തിലുള്ള ചൂർണ്ണങ്ങളും പലതരത്തിലുള്ള മെഡിസിൻ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ് മാറുന്നില്ല. പലപ്പോഴും സർജറി ചെയ്യൽ നമുക്ക് പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇത് ചെയ്യലോട് കൂടിയിട്ട് ഏകദേശം നിങ്ങൾക്ക് സർജറി ചെയ്യാനുള്ളതാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ റിക്കവറായിട്ട് വരും. ഇനി തുടക്കക്കാരാണെങ്കിൽ തന്നെ പൈൽസ് നല്ല രീതിയിൽ മാറിക്കിട്ടുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പൈൽസ്, എന്താണ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, ഇതുള്ള ആളുകൾ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കണം, ഇത് ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ കഴിക്കണം, അത് പൈൽസ് വന്ന ആളുകൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ പൈൽസിൻ്റെ ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. പലപ്പോഴും പൈൽസ് എന്ന് പറയുന്നത് പല ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഇത് എന്താണ് ഡോക്ടർ? ബ്ലീഡിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ പെയിന് വന്നാൽ തന്നെ ഇത് പൈൽസ് ആണോ, അല്ലെങ്കിൽ ചൊറി വന്നാൽ തന്നെ ഇത് ബുദ്ധിമുട്ടാണ്, പലതരത്തിൽ കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത്, നമുക്കറിയാം വെരിക്കോസ് വെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പല ആളുകളും നമ്മുടെ കാലുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് സർവ്വസാധാരണമായിട്ട്, അതായത് ഞരമ്പുകളൊക്കെ തടിച്ച് വീർത്ത് ഒരു സിഗ്സാഗായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ വരും എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? അവിടെ കാലിലെ ഞരമ്പുകൾ വീക്കായിട്ട് തടിച്ച് വീർത്ത് വന്നതാണെന്നുള്ളതാണ്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു മലം പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മൂലത്തിൻ്റെ ഭാഗം, ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഞരമ്പുകൾ വീക്കായിട്ട് അത് വളഞ്ഞ് പൊളഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് സ്വെല്ലിങ് ചെയ്ത് വീക്കം വന്നിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ള പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകാൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഞരമ്പുകൾ വീക്കാകാൻ കാരണമാകുന്ന പല സംഗതികളും നമ്മൾ ചെയ്തു പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സംഗതികൾ മാറ്റണം. നമ്മൾ മരുന്ന് കഴിച്ചത് കൊണ്ടോ ശോധന കൂട്ടിയത് കൊണ്ടോ വെള്ളത്തിൽ ഇരുന്നത് കൊണ്ടോ പൈൽസ് മാറൂല. ഈ രോഗം വരാൻ നമ്മുടെ രക്തക്കുഴലുകൾ വീക്കാകാൻ കാരണമാകുന്ന സംവിധാനങ്ങൾ, ജീവിത ശൈലികൾ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് മാറ്റണം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ രോഗം വരാനുള്ള റീസൺ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് പൊണ്ണത്തടിയാണ്. നല്ല രീതിയിൽ നിങ്ങൾ തടി കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഹെവിനെസ് കൂടും, ആ ഭാഗത്ത് സർക്കുലേഷന് ബാധിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും? പൈൽസിനുള്ള സാധ്യത കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കുക. പൊണ്ണത്തടിയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളതാണ്, നല്ല രീതിയിൽ വയറ് ഉറച്ച ആളുകൾ, കോൺസ്റ്റിപ്പേഷനാണ്, ശോധന ശരിക്കും കിട്ടുന്നില്ല. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റിൽ പോകും, നല്ല പ്രഷർ കൊടുത്ത് മുക്കിയിരിക്കും. അപ്പോൾ അതങ്ങനെ ശീലമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഞരമ്പ് വീക്കാവും. ആ തൊട്ടടുത്തിട്ടുള്ള രക്തക്കുഴലുകൾ വീക്കായി കഴിഞ്ഞിട്ട് അതിന് വീക്കം വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ്ങും കുരുവൊക്കെ ആയിട്ട് പിന്നീട് പൈൽസായിട്ട് മാറും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക, അത് ട്രീറ്റ് ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും ടോയ്ലറ്റിൽ കുറേ നേരം ഇരിക്കരുത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ആ ഒരു ഇരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയുമോ? അവിടെ ഉണ്ടാകുന്ന മസിൽ വീക്കാവുകയും ഈ രക്തക്കുഴലുകളിൽ ജാമിങ് വരും, അവിടെ പ്രഷർ കൂടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാവിയിൽ ഈ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അനാവശ്യമായിട്ട് ഒരിക്കലും ടോയ്ലറ്റിൽ ഇരിക്കരുത്. ടോയ്ലറ്റിൽ പോകാനുണ്ട്, വേഗം പോവുക, തിരിച്ച് വേഗം തന്നെ വരിക എന്നുള്ളത് ടെൻഡൻസി, ശീലം നമുക്ക് വേണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറേ നേരം ഇരിക്കുകയും ചെയ്യാൻ പാടില്ല, നിൽക്കാനും പാടില്ല എന്നുള്ളതാണ്. കുറേ നേരം നിൽക്കുന്ന സമയത്തൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ഞരമ്പുകൾക്ക് വീക്ക്നെസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞരമ്പ് വീക്കാன സമയത്താണ് കുരു രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യരുത്? നിൽക്കുകയും ചെയ്യരുത്, ഇരിക്കുകയും ചെയ്യരുത്. ഇടയ്ക്കൊക്കെ മൂവ്മെൻറ്റ് വേണം, എക്സസൈസ് വേണം, കാലൊക്കെ ഒന്ന് മടക്കിയിരിക്കുക, ചമ്രം പടഞ്ഞിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ഉള്ള റിലാക്സേഷനൊക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരരുത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രഗ്നൻസിയുടെ കണ്ടീഷനിൽ എന്ത് ചെയ്യാറുണ്ട്? പൊതുവേ സ്ത്രീകളിൽ ഈ പൈൽസിൻ്റെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ,
ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് യൂട്രസ് സൈസ് ഒക്കെ കൂടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു തടസ്സം ഉണ്ടായിരിക്കും, സർക്കുലേഷൻ ഒരു പരിധി ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ ഹോർമോണൽ ചേഞ്ചസുകളും ബോഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും പൈൽസിനുള്ള സാധ്യത വളരെ കൂടുതൽ. പല ആളുകളും അത് ഡെലിവറി കയ്യിലോട് കൂടിയിട്ട് നോർമലാകലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ആ ഒരു സമയത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഓയിലി അടങ്ങിയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സംഗതികൾ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഇൻഫ്ലമേറ്ററി ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കണമെങ്കിൽ IBS-ഉം ഗ്യാസിൻ്റെയും അതിനൊക്കെ കൂടെ തന്നെ എന്തും വരും, പൈൽസിനുള്ള സാധ്യതയും വളരെ കൂടുതൽ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അതും കൂടെ എന്ത് ചെയ്യണമെന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു സാധനമാണ്, ലക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ആക്കില്ല. ഒന്ന് ഈ പറഞ്ഞതുപോലെ കുരു അവിടെ ഉണ്ടാകും എന്നുള്ളത്. ചിലപ്പോൾ അത് ഈ ഒരു സ്വെല്ലിങ് ഒരു വീക്കം ഉണ്ടാകുന്നില്ല, ഒരു തടിപ്പ് ഉണ്ടാകും. ചിലപ്പോൾ ആ വീക്കം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലദ്വാരത്തിന് പുറത്തേക്കായിരിക്കും, ചില ആളുകൾക്ക് ഉള്ളിലായിരിക്കും, ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പുറത്തേക്ക് വരും, തിരിച്ച് ഉള്ളിൽ അങ്ങോട്ട് തന്നെ പോകും. ചില ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും പക്ഷേ തിരിച്ച് ഉള്ളിലേക്ക് പോകില്ല. നമ്മൾ കൈ കൊണ്ട് വിരൽ കൊണ്ട് തള്ളി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സിവിയാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്തെങ്കിൽ അതങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഈ സ്വെല്ലിങ് ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത് നല്ല പെയിന് വരും, നല്ല വേദന വരും, ഇരിക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ അസ്വസ്ഥതകൾ നല്ല രീതിയിൽ പേഷ്യൻറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമത് ബ്ലീഡിങ് വരും എന്നുള്ളത്. ബ്ലീഡിങ്ങിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ബ്ലഡ് ആയിരിക്കും. നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രക്തക്കുഴൽ വീക്കായി പോണതാണ്. അപ്പോൾ ഈ വീക്കായ രക്തക്കുഴൽ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യും, ഒന്ന് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ബ്ലഡ് സാധാ രക്തം ഒഴുകുന്ന ബ്ലഡ് തന്നെ എന്ത് ചെയ്യും, അതേപോലെ ടോയ്ലറ്റിലേക്ക് വീഴും. അത് നമുക്ക് കാണാനും പറ്റുന്നില്ല. അത് ആക്ച്വലി അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ പൈൽസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മുറിവാണ്, അതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ് ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. അവിടെ നല്ല നീരൊലിക്കുക, നല്ല എരിച്ചിലും പുകച്ചിലും, നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഭയങ്കര എരിച്ചിലും പുകച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ പരിഗണിക്കും. ചിലപ്പോൾ നമുക്കതോട് തുടങ്ങുമ്പോൾ ഒരു വെറ്റ്നെസ്, ഒരു മ്യൂക്കസ്, ഒരു ഒട്ടി നിൽക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി അവിടുത്തെ ഒരു മ്യൂക്കസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻഫ്ലമേഷൻ്റെ സൈനും കൂടെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഇത് മാറി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോഡി വെയിറ്റ് ഉള്ള ആളാണോ കുറയ്ക്കണം. 2 നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ നേരം നിൽക്കുകയും ഇരിക്കുന്ന അവസ്ഥകളും ഉണ്ടാകരുത് എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത് എസ്പെഷ്യലി ഈ പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുക. കരിച്ചതും പൊരിച്ചതും എണ്ണയിലിട്ട് വറുത്തതും സ്പൈസസ് കൂടിയതുമായിട്ടുള്ള സകല ഫുഡുകൾ ഒഴിവാക്കുക. ഇതെല്ലാം നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്നതാണ്. പ്രോപ്പറായിട്ട് ശോധന കിട്ടില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും, വയറ് ഉറക്കും, ഇൻഫ്ലമേഷൻ കൂടും. അതെല്ലതും പൈൽസിന് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇവിടെ കുറച്ചൊരു അച്ചാർ കൂട്ടിയതായിരിക്കും, അല്ലെങ്കിൽ CDF തിന്നതായിരിക്കും, അല്ലെങ്കിൽ ഷവർമ തിന്നതായിരിക്കും, പിറ്റേ ദിവസം തന്നെ നമുക്കിവിടെ പൈൽസിൻ്റെ പ്രശ്നം വരും. അപ്പോൾ സ്വിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് എത്തും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമ്മുടെ ഈ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട്, ആ ഫുഡ് പറ്റുന്നില്ല, അത് പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഫുഡ് കാരണമായിട്ട് പല അസ്വസ്ഥതകൾ ബോഡിക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു സിഗ്നലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പൈൽസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫുഡ് നമ്മൾ പാടെ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യണം, മാറ്റി വെക്കുക. സ്പൈസസ്, എരിവ് കൂടിയത്, എണ്ണയിലിട്ട് വറുത്തത്, കരിച്ചത് പൊരിച്ചതുമായിട്ടുള്ള സകല പ്രോസസ്ഡ് ഫുഡുകൾ, പാക്കഡ് ഫുഡുകൾ, ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡുകളുണ്ടല്ലോ, അതിൽ പലതരത്തിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, പല അഡിക്റ്റീവ്സുകൾ ഉണ്ടായിരിക്കും, ഓവർ ഷുഗർ, ഇതൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്, പ്രചോദനനെ ബാധിക്കുന്നതാണ്. പൈൽസ് ഉടനെ തന്നെ വരും, അത് മാറി നിൽക്കില്ല, അത് വീണ്ടും വീണ്ടും വരും എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകൾ പറയാതെ ഡോക്ടർ ഞാൻ മരുന്ന് കഴിക്കും മാറുന്നു, പക്ഷേ വീണ്ടും വരും എന്നുള്ള അത് ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ആ ഒരു ടൈം പീരീഡ് നമുക്ക് നിർബന്ധമായിട്ട് ബോഡിക്ക് കഴിക്കാൻ പറ്റണം, എങ്കിലേ അത് കംപ്ലീറ്റ്ലി റിക്കവറിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ശ്രദ്ധിക്കാം. എപ്പോഴും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വെജിറ്റബിൾസിൽ കഴിക്കുകയാണെങ്കിൽ ഞാൻ പൊതുവെ പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ കൂടുതലായിട്ട് നേന്ത്രപ്പഴം, ഏത്തപ്പഴം ഉണ്ടല്ലോ, ബനാന, വലിയ പഴം, അത് കഴിക്കരുത്. ഇപ്പോൾ നല്ല പൈൽസുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ മുട്ട നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കരിച്ചത് പൊരിച്ചത്, പൊതുവെ എണ്ണയിലിട്ട് വറുത്തതും, അതുപോലെ നോൺ വെജ് ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒമേഗ 3 നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ നിങ്ങൾ എന്നാലും എന്ത് ചെയ്യുക, സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുകയാണ് ബെസ്റ്റ്. നിങ്ങൾ
മത്സ്യം ചിലത് കഴിക്കുന്ന ചില ആളുകൾക്ക് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി ചെമ്മീൻ പോലെയുള്ളത്, കടുക്ക പോലെയുള്ളത്, പിന്നെ അയല പോലെയുള്ളതൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്യൂസുകൾ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഡേറ്റ്സ്, ഈത്തപ്പഴം നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അത് ശ്രദ്ധയിലുണ്ടാവുക. അതുപോലെ പാവൊക്കെ കൂടുതൽ കഴിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ പഴുത്ത മാങ്ങ, ഇപ്പോൾ മാങ്ങയുടെ സീസണും കൂടെയാണ്, നല്ല രീതിയിൽ നിങ്ങൾ പഴുത്ത മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൂടുന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് കക്കരി കഴിക്കണം നല്ലതാണ്. അതുപോലെ യോഗട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ആപ്പിൾ ഉൾപ്പെടുത്തുക, സിട്രസ് ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് അത്തിപ്പഴം കഴിക്കണമൊക്കെ വളരെ നല്ലത്. അത് അത്തിപ്പഴം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3-5 എടുത്തിട്ട് കഴുകിയിട്ട് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്യുക, അത് കഴിക്കുക. അത് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുക, വെള്ളം കുടിക്കുകയും ചെയ്യുക. അത് സ്ഥിരമാക്കണം. കുറച്ചൊരു 1-1.5 മാസം കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മോശം നല്ല രീതിയിൽ പ്രോപ്പറായി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു 10-20 ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ചിയാ സീഡ്സ് അതേപോലെ ഇടുക. അത് നമ്മൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ശോധന പ്രോപ്പറായിട്ട് കിട്ടും. ഇനി ഒന്നും കിട്ടില്ല, ഒരു ടീസ്പൂൺ എന്ത് ചെയ്യുക, നെയ്യ് ചെറിയ ചുടുവെള്ളത്തിൽ കലക്കി കുടിക്കുക. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ, ഇൻഡസ്ട്രിയൽ ഡ്രൈനെസ് കുറയ്ക്കാനോ, ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റ് കൂട്ടാനോ, ശോധന പ്രോപ്പറാക്കാനോ, ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കാനൊക്കെ എന്ത് ചെയ്യും, അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. നല്ല രീതിയിൽ കൊളസ്ട്രോൾ ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയറ്റ് എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണം. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന സാധനമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. വ്യായാമം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ വിഷയത്തിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ ഉണ്ടാകുന്ന മസിലുകളും ആ രക്തക്കൊലൊക്കെ വീക്കായി പോണതാണ്. അപ്പോൾ അത് റിക്കവറായിട്ട് വരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം. കീഗൽ എക്സസൈസ് എന്ന് പറയുന്ന വ്യായാമമാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ, ഓൺലൈൻ മീഡിയയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് കിട്ടും. അത് അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിൽ നിന്ന് 2 നേരമൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് മസിൽ സ്ട്രെങ്ത് കിട്ടാനും ഈ പറഞ്ഞതുപോലെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിറ്റ്സ് ബാത്ത് ചെയ്യണം നല്ലതാണ്. സിറ്റ്സ് ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള തിളപ്പിച്ചാറിയ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലിരിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് അരിവേപ്പിൻ ഇലയൊക്കെ ഇട്ട് തിളപ്പിക്കണം, നല്ലതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാകും, ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടിയിട്ട് ആ ഒരു അസ്വസ്ഥതകൾക്ക് പെട്ടെന്ന് ആശ്വാസം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെ മാറിക്കിട്ടും, ഇതിന് പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾക്ക് ഒരു ഇൻറ്റൻഷൻ വേണം, ഇത് എൻ്റെ പ്രശ്നമാണ് മാറണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എവിടെയൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടായിരിക്കും, നീരൊലിക്കുന്നുണ്ടായിരിക്കും, ബ്ലഡ് വരുന്നതായിരിക്കും, ഇതായിരിക്കും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലേക്ക് പോകും, നമ്മൾ പഴയ സിസ്റ്റത്തിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് വീണ്ടും വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മാറുന്നത് വരെ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ഇന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പൈൽസ് വീണ്ടും റിക്കവറായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയണം, നിങ്ങൾ ചിലപ്പോൾ പൈൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.